ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ വാട്സാപ്പ് വെച്ചിട്ട് എങ്ങനെ ജിഫ്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു അനിമേഷൻസ് ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വാട്സാപ്പിൽ ഇപ്പം മെറ്റയുടെ ഒരു ചാറ്റ് അവൈലബിൾ ആണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ഇമേജാണോ വേണ്ടത് ആ ഇമേജ് നമ്മൾ അടിച്ചു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഗേൾ വിത്ത് സം ഫ്ലവേഴ്സ് ഇമേജ് എന്നാണ്. ഒരു 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും അവർ ആ ഒരു പിക്ചർ നമുക്ക് അയച്ചു തരും. അതിൻ്റെ താഴെ നമ്മൾ ആനിമേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. അത് കഴിയുമ്പം വീണ്ടും ഒരു 15 സെക്കൻഡ് കഴിഞ്ഞാൽ അവരത് ആനിമേറ്റ് ചെയ്ത ഒരു ജിഫായിട്ട് നമുക്ക് അയച്ചു തരും. ഇതുപോലെ എന്ത് ഇമേജ് വേണമെങ്കിലും അവർ ഇങ്ങനെ ചെയ്തു തരും കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ മാൻ ഡ്രിങ്കിങ് ബിയർ ആണ്. പക്ഷേ ഞാൻ ബോയ് ഡ്രിങ്കിങ് ബിയർ എന്ന് അടിച്ചു കൊടുത്തപ്പോൾ എനിക്കത് ആ ഒരു ഇമേജ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതായത് ബോയ് ഡ്രിങ്കിങ് ബിയർ ആകുമ്പം അത് അവരുടെ ഗൈഡ് ലൈൻസിന് എതിരാണ്. സോ ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള പിക്ചേഴ്സൊന്നും ഇതേപോലെ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ലൈബ്രറിയിൽ ഇല്ലാത്ത പിക്ചേഴ്സും നമുക്ക് കിട്ടില്ല. ബാക്കി എല്ലാ പിക്ചേഴ്സും നമുക്ക് ഇതുപോലെ അനിമേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു വലിയ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിക്ചേഴ്സ് അടിച്ചു കൊടുത്ത് അനിമേറ്റ് ചെയ്ത് ആ ബിറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച ഒരു അനിമേറ്റഡ് വീഡിയോ ആയിട്ടും വലിയ വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് പണിയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ചാറ്റ്സിലും ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ജിഫ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ബൈ.